ഹായ് കൂട്ടുകാരെ, ഇന്നൊരു യാത്ര നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. നമ്മൾ തൊടുപുഴയിൽ നിന്ന് പാലാ റൂട്ടാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഏതാണ്ട് 17 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്ത് പോകണം. അപ്പോൾ പോകുന്ന വഴിക്ക് തൊടുപുഴയിൽ നിന്ന് കരികുന്നം, നെല്ലാപ്പാറ, മാനത്തൂര് അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടാണ് യാത്ര ചെയ്യണേ. ഈ പാലാ തൊടുപുഴ റൂട്ട് യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാഹനങ്ങൾ അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഇവിടെ യാത്ര ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഈ പാലാ തൊടുപുഴ റൂട്ടിൻ്റെ രണ്ട് സൈഡിലും ധാരാളമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ പ്ലേസാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അപകടമുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് തന്നെ വേണം നമുക്ക് പോകാൻ വേണ്ടി. നമ്മൾ തൊടുപുഴയിൽ നിന്ന് പിഴക് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ആദ്യത്തെ ഡെസ്റ്റിനേഷൻ. അവിടെ നിന്ന് രാമപുരത്തിന് നമ്മൾ തിരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. ഒരു ചെറിയ സ്പോട്ട്, പോകുന്ന വഴിക്ക് കുറേ കാഴ്ചകൾ, ഇതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര പോകുന്നത്. നമ്മളിപ്പോൾ കടന്നു പോകുന്ന വഴി എന്ന് പറയുന്നത് നെടിയങ്കാട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ പള്ളിപ്പെരുന്നാളൊക്കെ ആയതുകൊണ്ട് റോഡൊക്കെ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ടൗൺ ആണ് കേട്ടോ. ഇവിടെ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദൂരം നമ്മൾ യാത്ര ചെയ്ത് കഴിയുമ്പോഴാണ് കരിങ്കുന്നത്ത് എത്തുന്നത്. അപ്പോൾ ഇനി കരിങ്കുന്നം ലക്ഷ്യമാക്കി നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ കരിങ്കുന്നം അടുക്കാറായിട്ടുണ്ട് കേട്ടോ. കരിങ്കുന്നം എന്ന് പറയുന്നത് തൊടുപുഴ കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ഈ റൂട്ടിൽ അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ് കേട്ടോ. പക്ഷേ ഈ കരിങ്കുന്നം വളരെ റോഡ് ഇങ്ങനെ തിങ്ങി നിറഞ്ഞു പോകുന്ന ഒരു സ്ഥലമാണ്. കാരണം വെച്ചാൽ ഒരുപാട് വീതിയൊന്നും ഇല്ലാത്തൊരു സ്ഥലം നമുക്ക് പറയാൻ പറ്റും. ഇതൊക്കെ കഴിഞ്ഞാണ് പിന്നെ നമ്മൾ ആ ഒരു സ്പോട്ടിലേക്ക് എത്തണേ, നെല്ലാപ്പാറ. ഇതിലൂടെ ഓടുന്ന വാഹനങ്ങളുടെ പേടി സ്വപ്നമായിരിക്കുന്ന നെല്ലാപ്പാറ ലക്ഷ്യമാക്കി നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൊടുപുഴ പാലാ റൂട്ടിലെ ഏറ്റവും അപകടം പിടിച്ച വഴിയിലേക്കാണ് ഇനി നമ്മൾ എത്തുന്നത്, നെല്ലാപ്പാറ വളവ്. ഒരുപാട് വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ സത്യത്തിൽ ഇത് ഒരു വലിയ കയറ്റമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയറ്റമല്ല. പക്ഷേ ഈ കുത്തനെയുള്ള ഇറക്കമാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. പക്ഷെ പരിചയമില്ലാത്ത ആളുകൾ നല്ല സ്പീഡിൽ വരും. ഈ വളവിൽ വരുമ്പോൾ താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നെല്ലാപ്പാറ വളവിലേക്കൂടെ യാത്ര ചെയ്ത് പോകുമ്പോൾ തന്നെ ഇവിടെ ക്രാഷ് കാർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ പോകുന്ന വഴി കണ്ടോ, ഇത് വലിയൊരു കയറ്റമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. പക്ഷേ കുത്തനെയുള്ള ആ ഇറക്കത്തിൽ വണ്ടിയുടെ സ്പീഡ് ഓട്ടോമാറ്റിക്കായിട്ട് കൂടുമ്പോൾ താഴെയുള്ള ആ വളവിലേക്ക് വണ്ടി എന്ന് മറിയുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചു പോയാൽ അപകടമില്ലാത്തൊരു വഴിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നെല്ലാപ്പാറയൊക്കെ കയറ്റമൊക്കെ കഴിഞ്ഞ് നമ്മളിതേ പിന്നെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് മനോഹരമായിരിക്കുന്ന ആ മലനിരകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പിഴക്. തൊടുപുഴയിൽ നിന്ന് നമ്മൾ ഏകദേശം 20-25 മിനിറ്റ് യാത്ര ചെയ്ത് പിഴക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പിഴകിലെത്തി ഇനി ഇവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞു പോകേണ്ട വഴി ഒന്ന് ചോദിക്കണം. രാമപുരം റൂട്ടിലാണ് നമുക്ക് പോകേണ്ടത്. പക്ഷെ നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം ഇവിടെ നിൽക്കുന്ന ചേട്ടനോട് ഒന്ന് ചോദിക്കാം അല്ലേ. വലിയ വീടുമാണ്. അവിടുന്ന് വലിയ വീടെന്ന് വലിയ വീടാണ്. അവിടുന്ന് ലേശം മുമ്പോട്ട് പോയത് വീടാണ്. താങ്ക് യു. അങ്ങനെ ആ ചേട്ടനോട് വഴിയൊക്കെ ചോദിച്ച് നമ്മളിതേ ഇപ്പോൾ നിലവിൽ രാമപുരം റൂട്ടിലേക്കാണ് സഞ്ചരിക്കുന്നത്. ചേട്ടൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? പോകുന്ന വഴിക്ക് വലിയൊരു വീടുണ്ട്. 1 കിലോമീറ്റർ കഴിയുമ്പോൾ ആ വീടിൻ്റെ അവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഇടത്തേക്ക് കയറി പോയാൽ മതി എന്നാണ് ചേട്ടൻ എന്നോട് പറഞ്ഞത്. എന്നാണെങ്കിലും ആ വഴിയൊക്കെ കേട്ട് ഞാൻ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിഴകിൽ നിന്ന് രാമപുരം പോകാൻ ഏകദേശം ഒരു 4.5 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. അപ്പോൾ 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് അധികം ദൂരമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മീറ്ററിൽ റീഡിങ്ങും ഒക്കെ നോക്കിയാണ് ശരിക്കും പോകുന്നത്. നല്ല അടിപൊളി ആംബിയൻസ് ആയിട്ടുള്ള ഒരു വഴി. ശരിക്കും പറഞ്ഞാൽ റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിൽ സുന്ദരമായിരിക്കുന്ന ഒരു യാത്രയാണ് നമ്മൾ നടത്തുന്നത്. പോകുന്ന വഴിക്ക് നല്ല കിടിലം വീടുകളുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ എന്ത് രസമാണെന്നറിയാമോ? നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിരിക്കുന്ന കിടിലം വീടുകളുണ്ട്. അത് ഈ റൂട്ടിലെ ഒരു പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഇത്ര നാൾ സഞ്ചരിച്ചിട്ട് അത്ര മനോഹരമായിരിക്കുന്ന വീടുകൾ ഞാനങ്ങനെ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പോകുമ്പോൾ നമ്മൾ ചെല്ലുന്ന സ്ഥലത്തിൻ്റെ പേര് മുല്ലമറ്റം, അങ്ങനെ ഒരു പേരിലാണ് അവിടെ അറിയപ്പെടുന്നത് കേട്ടോ. നമ്മൾ ആ ഒരു സ്ഥലത്തു നിന്നാണ് തിരിഞ്ഞു പോകേണ്ടത്. അങ്ങനെ നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാം അല്ലേ. ഇവിടെ നിന്ന് നേരെ പിടിച്ചു നമ്മുടെ പാലാ റൂട്ടിലേക്ക്. പാലാ റൂട്ടിൽ നിന്ന് നേരെ നമ്മൾ പിഴക് വന്നിട്ട് ഇപ്പോൾ നമ്മൾ രാമപുരം റൂട്ടിൽ പോയി ഒരു കിടിലം പ്ലേസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എവിടെയാണെന്നറിയാമോ? നമ്മുടെ ഒരു കാലഘട്ടത്തിൽ വൈറലായ ബെറ്റിബീൻ റോക്സ് എന്ന് പറഞ്ഞ ആ ഒരു സ്പോട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ചെറിയ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനോ അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ പുതിയ ഈ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്.
ഒരു സ്വാഗതം ചെയ്യാത്ത എങ്ങനെ വീഡിയോ കൊണ്ടുപോകണേ അല്ലേ? അതുകൊണ്ട് ഒരു സ്വാഗതം ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ബ്രേക്ക് എടുത്തുന്നുള്ളൂ. നമുക്കിനി 1 കിലോമീറ്റർ പൂർത്തിയാക്കാൻ ഇനിയും ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ആദ്യം പറഞ്ഞില്ലേ കുറേ അധികം നല്ല വീടുകളുണ്ടെന്ന്. പക്ഷേ അങ്ങോട്ട് ക്യാമറ ഇരിക്കാനൊരു പേടിയായതുകൊണ്ട് ഞാൻ ആ ഒരു സൈഡൊന്നും അത്ര കാണിച്ചില്ല. പക്ഷേ എൻ്റെ പൊന്നു മച്ചന്മാരെ, നമ്മൾ ഏതാണ്ട് ഇപ്പോൾ 1 കിലോമീറ്ററോളം പൂർത്തിയാക്കാറായിട്ടുണ്ട്. നമ്മൾ ആ ചേട്ടൻ പറഞ്ഞ വലിയ വീടൊക്കെ നമ്മൾ കണ്ടു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ 2 സൈഡ് ഇങ്ങനെ നോക്കുന്നുണ്ട് എവിടെയാണ് ഇങ്ങോട്ട് കയറി പോകണമെന്ന്. പക്ഷെ നമ്മുടെ യാത്രയിൽ പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ല കേട്ടോ. എന്താണെങ്കിലും ഈ ഒരു കാഴ്ചയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞാനങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വല്ലാത്ത ആംബിയൻസ് ഉള്ള സ്ഥലം കേട്ടോ. എന്താണെങ്കിലും നമ്മൾ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, ബിറ്റ്വീൻ റോക്സ്. അതൊരു വല്ലാത്ത സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ ദേ ഈ കാണുന്ന സ്പോട്ടില്ലേ, ഇവിടെ നിന്ന് ദേ ഈ ഒരു ജംഗ്ഷനിൽ നിന്നാണ് കയറി പോകേണ്ടത്. ഇത് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ സംശയം വെച്ചാണ് ഇതിലൂടെ യാത്ര ചെയ്ത് പോണേ. നമുക്കൊന്ന് പോയി നോക്കാം. ഈ കയറി പോകുന്ന വഴി രാമപുരത്തേക്ക് പോകാൻ പറ്റുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം വന്നത് പിഴകിന്നാണ്. പിഴകിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ നമ്മൾ വരുമ്പോൾ കുറച്ച് നല്ല അടിപൊളി ഷൂട്ടിംഗ് ഒക്കെ നടത്താൻ പറ്റിയ കുറേ നല്ല വീടുകളുണ്ട്. അപ്പോൾ ആ വീടുകളൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് ഒരു 100 മീറ്റർ കൂടെ മാറുമ്പോൾ ഇടത്തേക്ക് തിരിഞ്ഞാണ് നമ്മൾ ഈ ബിറ്റ്വീൻ റോക്സ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിയത് കേട്ടോ. അപ്പം ഈ വഴി ഇങ്ങനെ സ്ട്രെയിറ്റ് പോണത് രാമപുരം കുരിശുപള്ളിയുടെ അവിടെ ചെന്ന് കയറുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. എന്നാലും അടിപൊളി കാഴ്ചകളാണ്. അപ്പോൾ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം. കയറ്റം കയറി ചെല്ലുന്നോറും വിജനമായിട്ടാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ആ മാസ്മരിക ലോകത്തേക്ക് നമ്മളങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും ഈ റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ളൊരു യാത്ര ശരിക്കും അവിസ്മരണീയമായ ഒരു യാത്രയാണ്. ചെറിയ ചെറിയ വാഹനങ്ങളും കാറുകളും ഒക്കെ മാത്രം ഇതിലൂടെ ഇങ്ങനെ വല്ലപ്പോഴും പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ വളവൊക്കെ തിരിഞ്ഞങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴാണ് ശരിക്കും ആ മാസ്മരിക ലോകം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. യെസ്, ബിറ്റ്വീൻ റോക്സ്. നിങ്ങൾ നോക്കിയേ എത്ര മനോഹരമായിട്ടാണ് ആ നിർമ്മിതി ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന്. ഒറ്റ പാറയിൽ തീർത്തിരിക്കുന്ന വഴി അടിപൊളിയല്ലേ? നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പേരുകളൊക്കെ കാണാൻ പറ്റും. കപ്പിൾസിൻ്റെ അതുപോലെ ഓരോ ആളുകളുടെ ഒക്കെ പേരുകൾ നമുക്ക് ഈ പാറയ്ക്കട നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഈ പാറയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒറ്റപ്പാറയാണ് കേട്ടോ. അതാണ് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചതും. ഒറ്റപ്പാറ അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റത്തില്ല. അത് നിങ്ങൾ നോക്കിയേ, അവിടെ മുതൽ ഇവിടം വരെ ഒറ്റപ്പാറയാണ്. അതുപോലെ തന്നെ ഈ സൈഡ് ഒറ്റപ്പാറയാണ്. ഈ ഒറ്റപ്പാറയല്ലാത്ത സ്ഥലം വളരെ ചുരുക്കമുള്ളൂ. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് തന്നെയാകാം. കാരണം വെച്ചാൽ കുറച്ച് പാറയും കുറച്ച് മണ്ണൊക്കെ ആണെങ്കിൽ നമുക്കിതിനെ ബിറ്റ്വീൻ റോക്സ് എന്ന് നമുക്ക് ഒരിക്കലും വിളിക്കാൻ പറ്റത്തില്ല. അപ്പം ഇത് ഒറ്റപ്പാറ ആയതുകൊണ്ടാണ് ഇത്ര വൈറലായതും ഇത്ര ആളുകൾ ഇവിടെ വീഡിയോഗ്രാഫിക്കും ഫോട്ടോഗ്രാഫിക്കും ഒക്കെ എത്തിച്ചേരുന്നതും. എന്നാലും നല്ല കട്ട വരുന്നു വന്നിട്ട് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ പ്രോജക്റ്റ് നോക്കിയിട്ട് ഇതിൻ്റെ യഥാർത്ഥ ഒരു വിഷ്വൽ ഒന്ന് കാണാം. എന്നിട്ട് ഇവിടെ തിരിക്കാം. ബിറ്റ്വീൻ റോക്സ് എന്ന് പറയുന്ന ആ മനോഹര സ്ഥലത്ത് നിന്ന് നമ്മളിത് വിട പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വീഡിയോ ആയിട്ട് നമ്മൾ ഈ 2026 നമ്മൾ വന്നെത്തും. അപ്പം പുതുവർഷത്തെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവർഷ ആശംസകൾ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.